ദ ജേർണലിസ്റ്റിലേക്ക് ധർമ്മസ്ഥലയിലെ കൂടുതൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുമായി അവിടെ ഇപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് നമ്മളോട് വ്യക്തമാക്കാനായി ധർമ്മസ്ഥലയിൽ നേരിട്ട് സന്ദർശനം നടത്തിയ മാധ്യമപ്രവർത്തകനായ അൽ ബാബുവാണ് ചേരുന്നത്. സ്വാഗതം ബാബുട്ട. നമസ്കാരം. നമസ്കാരം. എന്താണ് ഇപ്പോൾ ധർമ്മസ്ഥലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? മാധ്യമങ്ങളൊക്കെ കുറേയൊക്കെ നിശബ്ദമായ ഒരു സാഹചര്യമുണ്ട്. അവിടുത്തെ സംഭവ വികാസങ്ങളെക്കുറിച്ച് തുറന്നു പറയാൻ പലരും മടിക്കുന്ന ഭയക്കുന്ന സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസം അവിടെ ചില അക്രമ സംഭവങ്ങളുണ്ടായി. അതിലും വലിയ പല സംഭവങ്ങളും ഓരോ ദിവസം പുറത്തു വരികയാണ്. എന്താണ് ശരിക്കും ഇപ്പോൾ ധർമ്മസ്ഥലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആദ്യം തന്നെ പറയട്ടെ, മെയിൻ സ്ട്രീം ചാനലും മറ്റുള്ള ചാനലടക്കം ഇതിലേക്ക് വന്നത് ലോറി ഉടമ മനാഫിന്റെ ഇടപെടലിലൂടെ ആണ്. അതായത് അദ്ദേഹത്തെ അവിടേക്ക് ക്ഷണിക്കുകയും ഇത് കർണാടക ചാനലൊക്കെ പേടിച്ചു നിൽക്കുന്ന കാര്യമുണ്ട്. ഇപ്പൊ 2 ദിവസം മുമ്പ് ചാനലുകളൊക്കെ അടിച്ച് പരുവമാക്കുന്ന രീതിയിലേക്ക് കണ്ടു. അതായത് മാധ്യമ സ്വാതന്ത്ര്യം പോലും ഇല്ലാത്ത ഒരു സ്ഥലമായി മാറി എന്നുള്ളത് കൃത്യമായി അറിയാം. അതിലും എടുത്തു പറയേണ്ട ഒരു വിഷയം മാധ്യമ പ്രവർത്തകരെ ആക്രമിച്ച് ആക്രമിക്കുന്ന പ്രതികൾ പോലീസിന്റെ മുന്നിൽ നിൽക്കുന്നു എന്നുള്ളത് വലിയ രീതിയിലേക്ക് നമ്മൾ ഭയാനകമായ സംഭവമാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഒരു അക്രമം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ ആക്രമിച്ചാൽ ആ ആക്രമിക്കുന്ന പ്രതികൾ അറസ്റ്റ് ചെയ്യപ്പെടും എന്ന് വെച്ച് പേടിച്ചു ഓടുന്ന ചരിത്രമുണ്ട്. ഇത് നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് പോലീസ് സ്റ്റേഷന്റെ മുന്നിലടക്കം ആക്രമിച്ച പ്രതികൾ വന്ന് നിൽക്കുന്നു, അവർ മുദ്രാവാക്യം വിളിക്കുന്നു എന്നുള്ളത് വലിയ രീതിയിലേക്ക് സ്വാധീനവും രാഷ്ട്രീയ സ്വാധീനവും പണവും മറ്റുള്ള പവറും ഒക്കെ ഉണ്ട് എന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ആക്രമിക്കുന്നുണ്ട്. ഈ ദൃശ്യമാധ്യമങ്ങളിലൂടെയൊക്കെ ഇത് വലിയ സംഭവമായി രാജ്യം മുഴുവൻ ചർച്ച ചെയ്തു. ഒരുപാട് പെൺകുട്ടികളുടെ തിരോധാനത്തെക്കുറിച്ച് വീണ്ടും ചോദ്യങ്ങൾ ഉയർന്നു. അങ്ങനെ രാജ്യം മുഴുവൻ ചർച്ച ചെയ്ത ഒരു വലിയ വിഷയമായിട്ട് പോലും അക്രമികളെ അടിച്ചമർത്താൻ പോലീസിന് സാധിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ശ്രീ മനാഫ് അടക്കം ഇത്തരം വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോ അതൊരു വർഗീയപരമായി ഒരു മുസ്ലിം ഇടപെടുന്നു എന്ന് വെച്ച് അദ്ദേഹത്തെ വരെ പിന്തിരിപ്പിക്കാൻ വേണ്ടി പല രീതിയിലേക്കും കേസ് അടക്കം വിട്ട ചരിത്രമാണ് കർണാടക സർക്കാരിനുള്ളത്. അതായത് ഞാനടക്കം നമുക്കടക്കം പ്രശ്നം ഉണ്ടാവുന്ന രീതിയിലേക്ക് പോയി. ഒരു കാര്യം മനസ്സിലാക്കേണ്ട വിഷയം, അതായത് ഇത് അവിടുത്തെ സർക്കാരിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, സർക്കാർ മുൻകൈ എടുത്തു എന്നുള്ള. ഞാൻ ഒരു കാരണവശാലും ഇത്തരം രീതിയിലേക്ക് പരിശോധന നടത്തുമെന്നൊന്നും ഞാൻ പ്രതീക്ഷയില്ല. ആ പരിശോധന നടത്തി എന്നുള്ളത് വലിയ രീതിയിലേക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അവിടുത്തെ സർക്കാർ, കോൺഗ്രസ് സർക്കാർ ആവട്ടെ, അവിടുത്തെ സർക്കാർ, പല ആളുകളൊക്കെ സർക്കാർ രാജിവെക്കുക എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവിടുത്തെ സർക്കാർ ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിന്റെ കാലയളവിലല്ല ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. ഈ പ്രതി പറയുന്നത് കഴിഞ്ഞ 10 വർഷമായി എന്നുള്ളതാണ്. അപ്പൊ പ്രതി എന്ന് പറയുന്ന ഈ ശുചീകരണ തൊഴിലാളി ഭീമ വ്യക്തമാക്കിയത് കഴിഞ്ഞ വർഷകാലങ്ങളാണ്. അന്നൊക്കെ ഈ കോൺഗ്രസ് അല്ല അവിടെ ഭരിച്ചിട്ടുള്ളത്. ഞാൻ കോൺഗ്രസിനെ ന്യായീകരിക്കല്ല. പക്ഷേ കോൺഗ്രസ് സർക്കാർ ഇന്ന് അവിടെ ഈ ഇത്തരം രീതിയിലേക്ക് തെരച്ചിൽ നടത്താനൊക്കെ SIT രൂപീകരിച്ചു. അതിൽ തന്നെ ഈ ശുചീകരണ തൊഴിലാളിയെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലേക്ക് അദ്ദേഹത്തെ മാറ്റി നിർത്തി. ആ സംഭവം മുന്നോട്ട് പോകുന്നത് ഇപ്പോ NIA ഏറ്റെടുത്തു എന്ന് പറയുന്നുണ്ട്. NIA ഏൽപ്പിക്കും എന്ന് പറയുന്നത് എത്രത്തോളം ശരിയാണ് എന്നറിയില്ല. NIA ഏറ്റെടുത്തു എന്നാണ് പറയുന്നത്. ഞാൻ പറയുന്നത്, ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങൾ നോട്ടപ്പുള്ളിയായി ഞങ്ങളുടെ ഫോട്ടോ എടുത്തു, വീഡിയോ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് കണ്ണൂർ എത്തിയിട്ടാണ് ഞങ്ങൾക്ക് ശ്വാസം വന്നില്ല. അതായത് ഞങ്ങളുടെ കൂടെ 7 വർഷം 28 വർഷമായിട്ട് കുടുംബത്തിൽ വേട്ടയാടപ്പെടുന്ന അനീഷ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അനീഷിന്റെ ഭാവി അല്ലെങ്കിൽ അനീഷ് കൊല്ലപ്പെടും എന്നുള്ള ലെവലിലേക്കാണ് ഞങ്ങൾ അനീഷിനെ കൊണ്ടുവന്നത്. ഞാനും മനാഫ്, അതുപോലെ തന്നെ നൗഷാദ് തെക്കേല്, വിനോദേട്ടൻ, അതുപോലെ തന്നെ അൽഫു, ഇത്തരം ആളുകളാണ് ഞങ്ങൾ 5 പേര് അവിടെ പോയത്. 5 പേര് പോയി അവിടെ നിന്ന് തിരിച്ച് ഞങ്ങൾ ഈ ഇദ്ദേഹത്തെ, അതായത് കൊല്ലപ്പെടും എന്ന് പറയുന്ന ആളെ തിരിച്ചു കൊണ്ടുവന്ന് കണ്ണൂർ എത്തിയിട്ടാണ് ഞങ്ങൾ സമാധാനമായത്. അന്നൊക്കെ ചിരിച്ചു, ചുമ്മാ കെട്ടുകഥകളാന്ന് പറഞ്ഞു. ഇപ്പൊ അടി കിട്ടിയപ്പോ ആണ് അവിടുത്തെ സ്ട്രോങ് എന്താണെന്നുള്ളത് മനസ്സിലാവുന്നത്. ഇപ്പൊ എന്താ ശരിക്കും അവിടെ ഒരു സംഘർഷം ഉണ്ടായ സംഭവം എന്തായിരുന്നു? ഈ ധർമ്മസ്ഥലയിൽ ആർക്കും അടി കിട്ടിയെന്ന് പറഞ്ഞില്ലേ, മാധ്യമപ്രവർത്തകർക്ക് ഉൾപ്പെടെ? അതെന്താണ്? അതായത് അവിടുത്തെ വിഷ്വലുകൾ, അതായത് ധർമ്മസ്ഥലയിൽ പരാതി കൊടുത്ത പെൺകുട്ടിയെ കുടുംബത്തെ വീട്ടിൽ കയറി ആക്രമിച്ചു. അതിന്റെ വിഷ്വലുകൾ ഞാൻ ഇതിന് തരാം. ആക്രമിച്ചു, അവരുടെ കാർ അടിച്ചു പൊളിച്ചു. അതായത് ഒന്ന് ആലോചിക്കണം, ഒരു നീതി കിട്ടാത്ത ബലാത്സംഗം ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടിയുടെ അവർക്ക് പരാതി കൊടുത്ത സമയത്ത് ആ പരാതി കൊടുത്ത വീട്ടിൽ കയറിയിട്ട് ഗുണ്ടാ സംഘങ്ങൾ ആക്രമിക്കുക എന്ന് പറയുമ്പോൾ എത്രത്തോളം വലിയ അന്വേഷണം ആരംഭിച്ചിട്ടും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ച് മുന്നോട്ട് പോകുമ്പോഴും ഈ അക്രമികൾക്ക് യാതൊരു വിധത്തിലുള്ള കൂസലുമില്ല.
അങ്ങനെയല്ലേ മനസ്സിലാക്കുന്നത്? പോലീസിന് മുന്നിൽ വെച്ചാണ് ഇവർ ഈ കൃത്യങ്ങളൊക്കെ ചെയ്യുന്നത്. പോലീസ് നോക്കുകുത്തികളാവാണ്. അതായത് പവറും പ്രസക്തിയും, ഞാൻ പറയാം, പവറും പ്രസക്തിയും ഇത് വലിയ രീതിയിലേക്ക് ഒരുപാട് കാലമായിട്ട് നടന്നുകൊണ്ടിരുന്ന ഒരു പ്രക്രിയയാണ്. ഈ പ്രക്രിയനെ ചോദ്യം ചെയ്യുന്ന സമയത്ത്, ഇത് ഇല്ലാതാവുന്ന സമയത്ത് അവർക്ക് സ്വാഭാവികമാണ്, അവരെ ബ്രേക്ക് ചെയ്യാണ്. അപ്പോ ഈ എസ് ഐ ടിയുടെ നേതൃത്വത്തിൽ തെരച്ചിൽ നടത്തുന്ന ഒരു സ്ഥലത്ത്, ആ ധർമ്മസ്ഥലത്തിൽ തെരച്ചിൽ നടത്തുന്നു. ആ ധർമ്മസ്ഥലയിലെ ഇതിലും ഏറ്റവും വലിയ ഞെട്ടിക്കുന്ന ഒരു സംഭവം, നമ്മൾ താമരശ്ശേരിയിൽ താമരശ്ശേരിയിൽ നിന്ന് ഒരു പ്രശ്നം ഉണ്ടായി ഒരു പയ്യന്. അപ്പൊ അവൻ താമരശ്ശേരി പോലീസ് അപ്പൊ ആ പ്രതിയെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. ആ പ്രതി ആക്രമിക്കുന്ന ആളുകളുണ്ട് എന്നുള്ളതാണ്. അപ്പോ അവൻ വീണ്ടും പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ വേണ്ടി പോവാണ്. ഇത്തരം ഒരു സാഹചര്യം അവിടെ ഉണ്ട് എന്നുള്ള സത്യമാണ്. അത് ഈ മാധ്യമ പ്രവർത്തകരെ ആക്രമിച്ചതിലൂടെ മനസ്സിലായി എന്ന് തീർത്തും പറയാൻ കഴിയും. മാധ്യമപ്രവർത്തകർക്ക് നേരെ ഏത് തരത്തിലുള്ള ആക്രമണമാണ് ഉണ്ടായത്? ഒരു പക്ഷേ വലിയ രീതിയിലേക്ക് ബാബു അറിയുന്ന അവിടെ ആളുകളാണ്, ഉണ്ടായിരുന്നെങ്കിൽ കർണാടക നിങ്ങൾക്ക് ചാനലൊക്കെ നേരെ അറിയുന്ന ഉണ്ടായിരുന്നു ആളുകളാണ്. പക്ഷെ അവരെ വലിയ രീതിയിൽ ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ട്, കൈയടക്കം അടിച്ചു പൊട്ടിച്ചിട്ടുണ്ട്. അതായത് ആദ്യം ഇവരെ തടഞ്ഞു നിർത്തുന്നു. ഒരു പീഡിപ്പിക്കപ്പെട്ട ഒരു പെൺകുട്ടിയുടെ വീട്ടിൽ പോകുന്ന സമയത്താണ് തടഞ്ഞു നിർത്തുന്നത്. ഈ അക്രമി സംഘം, ഞാൻ ഇതുവരെ ഇപ്പൊ 2 ദിവസം മുമ്പ് വരെ അക്രമി സംഘം എന്തുകൊണ്ട് പുറത്തിറങ്ങിയില്ല എന്ന് വിചാരിക്കുന്ന ആളാണ്. പക്ഷെ അത് നിയമത്തൊക്കെ കാറ്റിൽ പറത്തി. ഇതിപ്പോ ഞാൻ പറയല്ലേ, ഒരു മതിൽ പൊളിക്കുന്നു. ആ മതിൽ പൊളിക്കുന്ന സമയത്ത് ചെറിയ സംഘർഷം ഉണ്ടാവുന്നു. ഇത് ഒരു പ്രത്യേക പ്ലാൻ ആയിട്ട് ആണ് ഇവർ ചെയ്തിട്ടുള്ളത്. ഒരു മതിൽ പൊളിച്ചാൽ യദുവിനറിയാം, ഒരു മതിൽ പൊളിച്ചു കഴിഞ്ഞാൽ ആ മതില് പബ്ലിക് നിൽക്കുന്ന ഒരു സ്ഥലമാണ്, അല്ലെങ്കിൽ കെട്ടാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഒരു പ്രതിഷേധം ഉണ്ടാക്കും, അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാക്കും. ആ പോലീസ് വന്ന് മതിൽ പൊളിച്ച ആളോട് പറയും, ഇവിടെ കെട്ടരുത്. കോടതി ഓർഡർ ഉണ്ടെങ്കിലും പറയും കെട്ടരുത്, ഇവിടെ സംഘർഷം നടക്കാനുള്ള സാധ്യതയുണ്ട്. അതേ അവസ്ഥയിലാണ് ഈ ധർമ്മസ്ഥല തെരഞ്ഞെടുപ്പ് നിർത്തിവെച്ചേക്കണേ. ഈ സംഘർഷത്തിന്റെ ഭാഗത്തിലാണ് നിർത്തിവെച്ചേക്കണേ. അപ്പൊ ഇപ്പൊ NIA ഏൽപ്പിക്കുന്നു പറയുന്നത് അത് വേറെ വിഷയമായി മാറും. സ്വാഭാവികമായിട്ട് അവിടെ ഒരു തവണ പോണം എന്നുള്ളതാണ്. എത്രത്തോളം സെക്യൂരിറ്റിയാണ്, സേഫ് ആണെന്ന് പറയാൻ കഴിയില്ല. കാര്യം അവിടെ നിന്ന് ഓരോ ആളുകളും പുറത്തിറങ്ങി വരുന്നുണ്ടെങ്കിൽ അത് ഭാഗ്യത്തിന്റെ ഒരു ഇതിലായിരിക്കും. കാര്യം അവർക്കെതിരെ സംസാരിക്കുന്ന രീതിയിലേക്ക് പോയാൽ അവർ ഒരു കാരണവശാലും അവരുടെ ഗ്യാങ്ങിൽ പെടും. ഇപ്പോ ഞങ്ങൾ കേരളത്തിൽ നിന്ന് പോയ 5 പേരാണ്. 5 പേരില് അവിടെ കാട്ടിൽ കയറി പുറത്തിറങ്ങിയ സമയത്ത് തന്നെ ഞങ്ങൾ അവിടെ കാല് കുത്തിയ സമയത്ത് ആ സമയത്താണോ തലയോട്ടി കിട്ടിയത് നിങ്ങൾക്ക്? ആ സമയത്താണോ ആ തലയോട്ടി കിട്ടുന്ന ദൃശ്യങ്ങൾ വന്നത്? ആ സമയത്തായിരുന്നു? അല്ല, അത് അതിന് മുൻപാണ്. അതിന് മുൻപ് വന്ന സംഭവങ്ങളാണ്. അപ്പൊ അല്ല, ഇതിന്റെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കിട്ടിയിരിക്കുന്നു. ഇനിയിപ്പോ ഞാൻ അതാ പറയുന്നത്, സർക്കാർ എന്ത് എടുത്താലും സ്റ്റെപ്പുകൾ ഇട്ടിരിക്കുന്നു. ആ സർക്കാരിന്റെ കയ്യിൽ നിന്ന് നല്ല രീതിയിലേക്കുള്ള ഒരു പ്ലസ് പോയിന്റ്, അതായത് കോൺഗ്രസ് സർക്കാർ ഇത് അന്വേഷിക്കാതിരുന്നാൽ കോൺഗ്രസ് സർക്കാരിന് ക്ഷീണം വരും. അന്വേഷണം നടത്തിയാൽ നല്ലതേ വരുള്ളൂ. അപ്പൊ ആ ഒരു രീതിയിലേക്കായിരിക്കും അവർ ചിന്തിച്ചിട്ടുണ്ടാവുക. ഒരു MP എന്നുള്ള കണ്ടീഷനിലേക്ക് അദ്ദേഹത്തിന്റെ കൂട്ടാളികളും അല്ലെങ്കിൽ അത്തരം രീതിയിലേക്ക് ഒരു സംഭവം ഉണ്ടാവുമല്ലോ. അപ്പൊ ഇത് നമ്മൾ പറയുമ്പോ ഇവർക്ക് എന്തൊക്കെയോ രീതിയിലേക്ക് വലിയ രീതിയിലേക്ക് ഒരു ഗൂഢാലോചന ഉണ്ട് എന്നുള്ളത്. ഇപ്പൊ ഇന്നലെ വെളിപ്പെടുത്തിയ എന്താ, ഇന്നലെ നമുക്ക് വന്ന ഒരു കോൾ എന്താ, ഒരു രീതിയിലും നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലേക്കുള്ള സംഭവം. അതായത് ഒരു മെഡിക്കൽ കോളേജിൽ ഇത് കൊടുക്കുന്നു, ഏത് ഡെഡ് ബോഡി കൊടുക്കുന്നു. ആ ഡെഡ് ബോഡി എന്ത് ചെയ്യുന്നു, ആ ഡെഡ് ബോഡിക്ക് ജീവൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താവും അവസ്ഥ? അതൊരു വലിയ വെളിപ്പെടുത്തലാണ്. അത് ഈ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളാണോ അത് പറഞ്ഞത്? എന്താ? അതെ, ഈ സംഭവം നടക്കുന്നതിന്റെ 10 കിലോമീറ്റർ വ്യത്യാസമുള്ള രീതിയിലേക്ക് പഠിക്കുന്ന കുട്ടികളാ. അപ്പൊ അവിടെ ഒന്ന് മനസ്സിലാക്കണം, ഒന്ന് മനസ്സിലാക്കുക. അതായത് ഈ ധർമ്മസ്ഥലയിലെ അവിടെ സമീപത്തുള്ള ഒരു ആശുപത്രിയിലേക്ക് കുട്ടികൾക്ക് പഠിക്കാൻ നൽകിയ മൃതദേഹത്തിന് ജീവൻ ഉണ്ടായിരുന്നു. അതെ, അത്തരം ഒരു വോയിസ് പറയാണ്. അപ്പോ ആ കുട്ടിക്ക് വരെ പേടിയാണ്. പുറത്തിറങ്ങരുത് എന്നാ പറയുന്നത്. നിങ്ങൾ ഇവിടുന്ന് പുറത്തിറങ്ങരുത് ആ കുട്ടിയോട് പറഞ്ഞുള്ളേ. ഒരു കുടുംബ കുട്ടിയാണ്. അപ്പോ അവരുടെ കുടുംബത്തിലെ കുറച്ച് ആളുകൾ അവിടെ ഡോക്ടറാവാൻ പഠിക്കുന്ന പെൺകുട്ടികളാണ്. അവർക്കൊന്നും പറയാൻ കഴിയില്ല ഇത്തരം അവസ്ഥ. ഇപ്പൊ എന്താണ് അവിടെ ബാത്റൂമിന് പൈപ്പ് പൊട്ടി പ്രശ്നം ഉണ്ടായപ്പോ അസ്ഥികൾ കിട്ടിയിരുന്നു എന്ന് പറയുന്നേ, കുടിച്ചപ്പോ. അപ്പൊ എന്താണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? അതായത് സകലയിടത്തും മൃതദേഹങ്ങളും ഈ ശവശരീരങ്ങളും ഉള്ള ഒരു പ്രദേശമാണെന്നാണ് പറയേണ്ടത്. അല്ല, ഈ കുട്ടി പറയുന്നത് ബാത്റൂമിന് വേണ്ടി പൈപ്പ് പൊട്ടിയപ്പോ അവിടെ അത് സാധാരണമായി തള്ളിക്കളഞ്ഞു എന്ന് പറയുന്നത്. അത് അസ്ഥി കിട്ടി പോയി, അത്രേ ഉള്ളൂ. ഞാൻ ഈ ഇൻസിഡന്റിനെ കുറിച്ച് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ കേട്ടിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ കുറേ കാലം മുമ്പ്, ഒരു 2003-2004 ആ കാലത്തിലൊക്കെ എനിക്ക് അറിയായിരുന്നു. കാരണം അന്ന് ഞാൻ ധർമ്മസ്ഥലയിൽ പോയിട്ടുണ്ടായിരുന്നു.
എൻ്റെ ഫാമിലിയിലുള്ള ഒരു കുട്ടി അവിടെ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടീൻ്റെ ഒരു കാര്യത്തിനൊക്കെ ആയിട്ട് ഞാൻ അവിടെ പോയിട്ടുണ്ട്. ഒരു 6-7 തവണ ഞാനവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോഴും ഈ പറയുന്ന സാധനം വളരെ ഞാൻ കോമൺ ആയിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു തവണ ഞാൻ തന്നെ അവിടെ പോകാൻ ശ്രമിച്ചപ്പോൾ എന്നോട് ആ ഹോസ്റ്റലിലെ സീനിയർ കുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെ വരരുത്, അങ്ങനെ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഇവിടെ നടക്കുന്നുണ്ട്, ഇങ്ങനെ വരുന്ന കുട്ടികളെയൊക്കെ ഇവരിങ്ങനെ ആ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ പിടിച്ചുകൊണ്ടുപോയി കൊല്ലുന്നത് വളരെ കോമൺ ആണ് എന്നൊക്കെ കേട്ട്. അപ്പം നമ്മളെ നാട് അന്നും വളരെ പുരോഗമിച്ച നാടായിരുന്നത് കൊണ്ട് എനിക്കത് കേട്ടിട്ട് ഞാനത് അത്ര വിശ്വസിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു പഴയ ഒരു അവരന്ന് നമ്മളിങ്ങനെ പോയിട്ടുണ്ടായിരുന്നു അവിടെ ചെന്നപ്പോൾ. അപ്പോൾ ആ ഒരു നടക്കുന്ന വഴിയിൽ നിന്ന് കുറച്ച് മാറി ഇങ്ങനെ കാട്ടിലേക്കൊക്കെ എനിക്ക് കാട് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകാൻ നോക്കിയപ്പോൾ അന്നും ആ കുട്ടികൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ നടവഴിയിലെ കൂടെ മാത്രമേ ഇവിടെ നടക്കാൻ പാടുള്ളൂ, അതിലേക്കൊന്നും പോകാൻ പാടില്ല, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാണും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ അവിടെ ഒരു ഹോസ്റ്റലിൽ ആ കുട്ടി പഠിക്കുന്ന കാലത്ത് തന്നെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, എന്തോ പ്ലംബിങ്ങിൻ്റെ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി കുഴിയെടുത്തപ്പോൾ ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കിട്ടി. അതവർ പ്രശ്നമൊന്നുമില്ല, അവർക്കത് വളരെ സാധാരണ സംഭവമാണ്. അത് വേറൊരു സ്ഥലത്ത് കുഴിയെടുത്തിട്ട് അവർ മാറ്റി കുഴിച്ചിട്ടു. അത്രയും സിമ്പിളായിരുന്നു അവർക്ക് അന്നും ഈ സംഭവം. അവിടെ എല്ലാവർക്കും അറിയായിരുന്നു, അവരുടെ ടീച്ചേഴ്സിനെ അറിയാം, അവരെ ഹോസ്റ്റൽ വാർഡനെ അറിയാം, പിന്നെ അവരെ പ്രിൻസിപ്പളും അതുപോലെ ആൾക്കൊക്കെ അറിയാം. അപ്പോൾ ഈ കുട്ടികളെ അവർ വോൺ ചെയ്യും, അവരെ അവെയർ ആക്കും, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, അപ്പോൾ നിങ്ങൾ സേഫായിട്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. എന്നല്ലാതെ അവർ വേറെ കാര്യങ്ങളൊന്നും ചെയ്യില്ല ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെങ്കിൽ. പിന്നെ ഒരു കാര്യം എനിക്ക് ഒന്ന് പറയാനുള്ളത്, അവിടുത്തെ പഠിക്കുന്ന കുട്ടികൾ എൻ്റെ അടുത്ത് ഷെയർ ചെയ്തൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുട്ടികൾക്ക് ഫിസിയോളജി അനാട്ടമിയൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് അവർ ഈ ഘടാവേഴ്സ്, അതായത് മരിച്ച മനുഷ്യ ശരീരം കൊടുക്കുമല്ലോ. അപ്പം യൂഷ്വലി ഒരു മെഡിക്കൽ സ്റ്റുഡൻസിൻ്റെ ഒരു ഭയങ്കര ടഫാണ് ഈ സാധനം കിട്ടാൻ വേണ്ടി. കാരണം ഇതിൻ്റെ ഒരു പ്രോട്ടോക്കോളൊക്കെ ഫോളോ ചെയ്യാനുണ്ട്. കോളേജുകൾക്കും ഇത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മനുഷ്യ ശരീരം പഠനാവശ്യത്തിന് കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് പാടുള്ള കാര്യമാണ്. അപ്പോൾ കുറച്ചപ്പുറത്ത് കോളേജിൽ എൻ്റെ വേറെ കസിൻ പഠിക്കുന്നുണ്ടായിരുന്നു, നഴ്സിങ്ങിന് പഠിക്കുന്നത്. അപ്പോൾ അവൾക്കൊക്കെ ഇതൊക്കെ ഒരു കിട്ടാക്കനിയാണ് ഈ ശരീരം പഠിക്കാനുള്ളത്. അപ്പോൾ 4 കുട്ടികളൊക്കെ ഒരു മനുഷ്യ ശരീരം വെച്ചാണ് അവർ പിന്നെ അനാട്ടമിയൊക്കെ പഠിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ കോളേജിൽ ഇതിനൊരു ദാരിദ്ര്യം ഉണ്ടായിരുന്നില്ല. എല്ലാ കാലത്തും നല്ല ലാവിഷായിട്ട് ശരീരം കിട്ടുമായിരുന്നു. പിന്നെ അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു തവണ ഇതിങ്ങനെ കുറച്ച് കഴിയുമ്പോൾ അവർ കളയും, ഡിസ്പോസ് ചെയ്യും, പുതിയത് കൊണ്ടുവരും, അങ്ങനെയൊക്കെയുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ ഒരു തവണ ഈ ബോഡിയൊക്കെ വെക്കുന്ന ഈ ഫിസിയോളജി അനാട്ടമി ലാബിലൊക്കെ ഇവർ നിർത്തുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് കാര്യമാണ് ഞാൻ പറയുന്നത്, അവർ അതിലൊരു ഒരു അണ്ണൻ്റെ പേര് പറഞ്ഞായിരുന്നു. ആ പേര് ഞാൻ അത്ര ഓർക്കുന്നില്ല ഇപ്പം. ഈ അണ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ടൈം കള്ളു കുടിച്ചിട്ട് പകുതി ഇൻ പകുതി ഔട്ട് അങ്ങനത്തെ ഒരു ഇതിലിരിക്കുന്ന ഒരാളാണ്. അയാൾക്ക് എന്നെ അറിയില്ല എന്താ ചുറ്റാൻ നടക്കുന്നതെന്ന്. എനിക്ക് എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് വേറെ ആൾക്ക് പറഞ്ഞു കൊടുക്കാനില്ല ഫുള്ളായിട്ടുള്ളൊരു കോൺഷ്യസ്നെസ് അയാൾക്ക് ഈ പറയുന്ന ഒരു കൊല്ലത്തിലും അയാൾ അങ്ങനെ കണ്ടിട്ടേ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഒരാളാണ്. അങ്ങനത്തെ ആൾക്കാരെ മാത്രമാണ് ഈ ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ഏരിയാസ് ഒഴികെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഈ കോളേജിൻ്റെ മാനേജ്മെൻറ്റ് ഹയർ ചെയ്യുക. പ്രൊഫസേഴ്സൊക്കെ നല്ല എഡ്യൂക്കേറ്റഡ് ആയിരിക്കും, അതിനപ്പുറമുള്ള ആൾക്കാരൊക്കെ ഇതുപോലെയൊക്കെയുള്ള ആൾക്കാരായിരിക്കും. അവർക്ക് ഇംഗ്ലീഷൊന്നും പറയത്തുമില്ല, അവർ കന്നഡ മാത്രമേ പറയുള്ളൂ. അപ്പം ഈ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് അവിടെ വന്ന് പഠിക്കുന്നുണ്ടല്ലോ, കുറേ നേപ്പാളിൽ നിന്ന് വരെയുള്ള കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ടായിരുന്നു അന്ന്. ഇന്ന് എനിക്കറിയില്ല, കാരണം ചില കോഴ്സസ് അവിടെ മാത്രമുള്ള കോഴ്സസ് ഉണ്ട്. അപ്പോൾ ഈ ലാബ് അറ്റൻഡൻ്റ് ആയിട്ടുള്ള ഇയാൾ കുറച്ച് സ്റ്റുഡൻസിൻ്റെ അടുത്ത് ഷെയർ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പർട്ടിക്കുലർ ബോഡി അവർക്ക് പഠിക്കാൻ കൊടുത്തപ്പോൾ ആ ലാബ് അറ്റൻഡൻറ്റ് പറഞ്ഞു അത്ര ഈ ബോഡി പ്രിസർവേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് ടേബിളിൽ കിടത്തുന്ന സമയത്ത് ആ ബോഡിക്ക് ജീവൻ ഉണ്ടായിരുന്നു എന്ന്. അതായത് ജീവനുള്ള ബോഡിയാണ് പ്രിസർവ് ചെയ്തിട്ട് അവർക്ക് കൊടുത്തതെന്ന്. അപ്പോൾ അവർക്ക് ദേഷ്യമുള്ള ആൾക്കാരെയും അവരിങ്ങനെ പിടിച്ചുകൊണ്ട് വന്നിട്ട്, പിന്നെ അവിടെ ധർമ്മസ്ഥലയിൽ ഇങ്ങനെ പാവങ്ങളൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുമല്ലോ, ഭക്ഷണവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്, അങ്ങനത്തെ ആൾക്കാരെയൊക്കെയാണ് ഇതുപോലുള്ള കാര്യത്തിന് വേണ്ടി അവർ കൊല്ലാറുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നമുക്കിത് കേൾക്കുമ്പോൾ ഒരു കഥ പോലെയാണെന്ന് തോന്നിയത്, പക്ഷെ ഇപ്പോൾ എവിഡൻസ് അടക്കം പുറത്തു വരുമ്പോഴാണല്ലോ മൊത്തത്തിലില്ല. വല്ലാതെ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളാണല്ലോ ബാബുട്ടാ. ഇങ്ങനെ ഒരു നമ്മുടെ ഇന്ത്യയിലാണോ ഇതൊക്കെ സംഭവിക്കുന്നതെന്ന് നമ്മൾ ദക്ഷിണേന്ത്യയിൽ കർണാടകയിലാണ് എന്നറിയുമ്പോഴേ നമ്മൾ എവിടെയാണ് ജീവിക്കുന്നത് എന്ന് നമുക്ക് ശരിക്കും മനസ്സിലാക്കേണ്ടി കാര്യം. ഏതു മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്താണ്, എങ്ങോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്? നമ്മളെ ഇന്ത്യയെ കുറിച്ച് എങ്ങനെ ഒന്ന് പറയാമല്ലോ. ശരിക്കും എന്തിന്റെ പേരിലാണ് അടി നടക്കുന്നത്? ഇപ്പൊ ക്രിസ്ത്യൻ സമുദായത്തിന് അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിന്, ദളിതർക്കെതിരെ എന്തൊക്കെയാണ് ആക്രമണം നടക്കുന്നത്? നമ്മൾ അത്തരം ഇതിലേക്കൊക്കെ ചിന്തിച്ച് നമ്മൾ ഇരിക്കുന്ന സമയത്താണ് ഇത്തരം ഇതിലേക്ക് ഒരു ഗൂഢമായി ഒരു കൂട്ടം ആളുകൾ
ഒരു കൂട്ടം വൃത്തികെട്ട മനുഷ്യന്മാർ, അങ്ങനെ വേണം പറയാൻ. വർഷങ്ങളോളമായി ഇത്തരം ക്രിയകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു പറയുമ്പോൾ നമ്മൾ ഞെട്ടിക്കുന്നതല്ലേ? ഇപ്പൊ ശരിക്കും ബാബുട്ടാ, നിങ്ങൾ അവിടെ പോയതാണല്ലോ. അപ്പൊ പോയി കഴിഞ്ഞിട്ട് നിങ്ങൾ അവിടെ കാണുന്ന അവിടെ ഈ ഈ പറയുന്ന ഒരു ഗ്യാങ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ഒരു വലിയ ഗ്യാങ്. ഇവർ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ബന്ധമുള്ള ആളുകളാണ്? ഡി ഗ്യാങ്, അതെ, രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധമുള്ളതാണ്. ഏത് ഏത് പാർട്ടിയുമായിട്ടാണ് അവർ കൂടുതൽ അതിപ്പോ ചേർന്ന്? പറയണ്ട എന്താ സംഭവിച്ചാൽ, അത് അങ്ങനെ ലെവലിലേക്ക് നമ്മളിപ്പം സ്വാഭാവികമായിട്ട് ഇവരുടെ പേര് പറഞ്ഞാലൊക്കെ പ്രശ്നങ്ങളുള്ള സമയമാണ് ഇപ്പൊ. ഓ ഓ ഓ അത് അവർ പ്രത്യേകിച്ച് അത് പറയരുത് എന്ന് പറയുന്ന രീതിയിലേക്കാണ്. നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ ഇതും. പക്ഷെ എങ്കിലും അവിടെ എല്ലാം അട്ടിമറിക്കാൻ, നിയമവ്യവസ്ഥയും മുഴുവൻ അട്ടിമറിക്കുന്ന ഒരു ഗ്യാങ്, അതും ഒരു വലിയ ഗുണ്ടായിസം തന്നെ നടത്തുന്ന ഒരു ഗ്യാങ് സജീവമാണ്. പിന്നെ അത് വർഷങ്ങളായിട്ട് സജീവമാണ്. അത് തെളിയിക്കുന്നതല്ലേ ഇപ്പൊ നമ്മൾ ഈ അസ്ഥികൂടങ്ങൾ അടക്കം കിട്ടുന്നത്. എന്തായിരിക്കും ഈ കേസിന്റെ ഒരു ഭാവി എങ്ങനെയാണെന്നാണ് ബാബുട്ടൻ വിലയിരുത്തുന്നത്? ഭാവി എന്ന് പറയുമ്പോൾ നമ്മൾ മുൻ SP സുഭാഷ് സാറുമായി സംസാരിച്ച സമയത്ത് ഇത് ഇത് കൃത്യമായ രീതിയിലേക്ക് പോവുകയാണെങ്കിൽ DNA ടെസ്റ്റ് നടത്തി കണ്ടുപിടിക്കാൻ കഴിയും. ആരൊക്കെ മിസ്സായിട്ടുണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കാൻ കഴിയും ഉറപ്പായിട്ട്. അതായത് പരാതികളായിട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പോ നമ്മളിപ്പോ എടുത്തു പറയേണ്ടത്, ഇപ്പൊ കേരളത്തിൽ നിന്ന് 4000-അടുത്ത് പെൺകുട്ടികളാണ് കാണാതായിരിക്കുന്നത്. പല കാര്യങ്ങൾ കൊണ്ടും അവർ പുറത്തു പറയാതെ, തുറന്നു പറയാതിരിക്കുന്ന കുറെ ആളുകളുണ്ട്. അവരൊക്കെ പുറത്തു വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ വരുമ്പോൾ ഇതിന് ഈ ധർമ്മസ്ഥലയുമായി ബന്ധമുണ്ടോ എന്ന് അന്വേഷിച്ച് കണ്ടെത്താൻ സാധിക്കും, അങ്ങനെയല്ലേ? അതെ, തീർച്ചയായും. അവിടെ ലാസ്റ്റ് ഇവരൊക്കെ കുറെ ആളുകളൊക്കെ കർണാടകയിൽ വെച്ച് മിസ്സായ ആളുകളുണ്ട്. അപ്പോൾ ആ മിസ്സായ ആളുകൾ അവിടെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ സാധ്യത ഉണ്ടെന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ സാധ്യത ഉണ്ട് എന്ന് പറയാൻ കഴിയും. കുറച്ച് ഭാഗങ്ങൾ 4000-ഓളം കുട്ടികൾ എന്ന് പറയുമ്പോൾ അതില് കൃത്യമായി നമുക്ക് പറയാൻ കഴിയില്ലെങ്കിലും കുറച്ച് ആളുകളൊക്കെ അവിടെ പോകാൻ സാധ്യത ഉണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയില്ലേ? അതെ. അപ്പൊ ഇതില് ഈ മനാഫിന്റെ ഇടപെടലോടുകൂടി ഒരു വർഗീയ ഛായ നൽകാനായിട്ടുള്ള ശ്രമം ഉണ്ടായിരുന്നു. കാരണം ഇപ്പൊ പ്രസിദ്ധമായ ഒരു ക്ഷേത്രം അവിടെയുണ്ട്. അപ്പൊ ക്ഷേത്രത്തിന്റെ ശോഭ കെടുത്താൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു തീർത്ഥാടന കേന്ദ്രത്തെ നെഗറ്റീവായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടുള്ള സുഡാപ്പികളുടെ ശ്രമമാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു വിഭാഗത്തിന്റെ ശ്രമമാണെന്ന നിലയിലേക്കൊക്കെ വലിയ വ്യാഖ്യാനങ്ങൾ അത് അവിടുത്തെ BJP കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ ശക്തമായിട്ട് ഉയർന്നു വന്നിരുന്നു. ഇപ്പൊ അതിന്റെ ഒരു അവസ്ഥ എന്താണ്, അല്ലെങ്കിൽ അതേക്കുറിച്ച് ഇപ്പൊ എന്താണ് പറയാനുള്ളത്? അല്ല, മനാഫ് എന്നുള്ള വ്യക്തി ഇതുമായി ഇറങ്ങി തിരിച്ച വ്യക്തിയാണ്. അവിടുത്തെ ആക്ഷൻ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് അവര് തിരിച്ചു വിളിച്ചാണ് മനാഫിനോട് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കണം, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നുള്ള വലിയ പ്രശ്നമാണ് ഇത് നമ്മളിപ്പോ ചെറിയൊരു പ്രശ്നമായിട്ട് കരുതണ്ട. ഒരുപാട് ഇപ്പോ മനാഫ് എന്നോട് പറഞ്ഞത്, ബാബു ഇപ്പൊ ഒന്നുമില്ലെങ്കിൽ നമുക്കത് നിർത്താൻ കഴിഞ്ഞല്ലോ, അത് വലിയ കാര്യമാണ്. ഇപ്പോ വർഷങ്ങളായിട്ട് ഈ ധർമ്മസ്ഥലയിൽ ഇത്തരം സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് ഇനി അത് ചെയ്യില്ലല്ലോ എന്നാണ്. നല്ല മനസ്സായിട്ടല്ലേ ചെയ്യുന്നത്. പിന്നെ പ്രത്യേകിച്ച് അറിയാം നമ്മളുടെ ഇന്ത്യയുടെ ഇന്നത്തെ അവസ്ഥ. ഒരു മുസ്ലിം ഇടപെട്ടാൽ മുസ്ലിം ഇടപെട്ടു, ക്രിസ്ത്യാനികളുടെ വിഷയത്തിൽ എന്തിന്, അല്ലെങ്കിൽ ഹിന്ദുവിന്റെ വിഷയത്തിൽ എന്തിന്, അത്തരം ഒരു സംഭവങ്ങൾ ഇല്ല എന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഈ പറയുന്ന ആളുകളൊക്കെ അവിടെ ഏറ്റവും കൂടുതൽ മരണപ്പെട്ട ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. അപ്പോ പറയുന്ന ഹിന്ദുക്കൾക്ക് വേണ്ടി വാദിക്കണം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഉറങ്ങിക്കിടക്കുന്ന ഇത്തരം രീതിയിൽ ആളുകളോട് എണീറ്റ് വരാനാ പറയുന്നത്. ആരെങ്കിലും ഒരാൾ ഇത് സംസാരിക്കണ്ടേ? ഇത് സംസാരിക്കുമ്പോ ഇപ്പൊ യദുവിനോട് ഒരു കാര്യം പറയാം. യദു, ഞാനൊക്കെ പള്ളിയാവട്ടെ, അമ്പലമാവട്ടെ, ചർച്ച ആവട്ടെ, നമ്മൾ ഈ വാർത്ത ചെയ്യുന്ന വിഷയത്തിൽ ഇവിടെയൊക്കെ എന്തെങ്കിലും സംഭവിച്ചാൽ ഒരു മടിയും കാണിക്കാറില്ല, ഉണ്ടോ? ഇല്ല, ഒരിക്കലും കാണിക്കില്ല. എന്തിനാണ് നിഷ്പക്ഷമായിട്ട് ചെയ്യേണ്ടേ? അതെ, എനിക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഇവിടെയുള്ള വാർത്താ ചാനൽ, നമ്മൾ ഇപ്പൊ വാർത്താ ചാനലുകളൊക്കെ പറഞ്ഞാൽ മതി കുറെയൊക്കെ. അതായത് ഇവിടെയുള്ള വാർത്താ ചാനൽ എന്താണ് ചെയ്യുന്നത്? ഒരാൾ ഇരുന്ന് ഇടതുപക്ഷം പറയുന്നു, ഒരാൾ ഇരുന്ന് കോൺഗ്രസ് പറയുന്നു, ഒരാൾ ഇന്ന് BJP പറയുന്നു. ഇതാണ് ഇന്നത്തെ പിക്ചർ. അതെ. മാധ്യമപ്രവർത്തകർക്ക് ഇത്തരം രാഷ്ട്രീയം പാടില്ല, മതപരമായിട്ട് കാഴ്ചപ്പാട് ഉണ്ടാവാൻ പാടില്ല എന്നല്ല. മതപരമായിട്ട് അവർ ഉണ്ടാവട്ടെ, പക്ഷെ ഒരു പ്ലാറ്റ്ഫോമിൽ ഒന്ന് അത്ര പറയാൻ പാടില്ല. മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ അത് ഉപയോഗിക്കാൻ പാടില്ല. അതെന്ത് വാർത്തയാണുള്ളത്? ഇപ്പൊ ഒരാളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുക, ഒരു പാർട്ടിയെ സപ്പോർട്ട് ചെയ്ത് മാധ്യമപ്രവർത്തകർ സംസാരിക്കുന്നുണ്ട് അല്ലേ? അത് ശരിയായ രീതിയാണ് എപ്പോഴും തോന്നിയിട്ടുണ്ടോ? ഏത് വിശ്വസിക്കുമെന്ന് ആളുകൾക്ക് പറയാൻ കഴിയാത്ത അവസ്ഥ, കൺഫ്യൂഷനാണ്. അതായത് ഒരു ചാനലിലെ പ്രധാനപ്പെട്ട തസ്തികകളിൽ ഇരിക്കുന്ന 3-4 പേര് ഇരുന്നിട്ട് ഓരോരുത്തർ ഓരോ പാർട്ടിക്ക് വേണ്ടി സംസാരിക്കുകയാണ്. അതെ, അത് തെറ്റല്ലേ? പ്രവർത്തനം എന്നുള്ളത് തന്നെ അവിടെ അപഹാസ്യമാകുന്ന നാണക്കേടല്ലേ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത്? ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ പല ആളുകൾക്കും പിടുത്തം കിട്ടില്ല, യദുവിനെ പിടുത്തം കിട്ടിയിട്ടുണ്ടാവില്ല. എന്താ വെച്ചാൽ നമ്മളൊക്കെ ഏത് പാർട്ടി എന്ന് നോക്കാതെ പ്രതികരിക്കുന്ന ആളുകളാ. പ്രതികരണമാണ് ശരിക്കും മാധ്യമ പ്രവർത്തകരുടെ കയ്യിൽ നിന്ന് വേണ്ടത്. അതിനപ്പുറത്തേക്ക് അടിമയായിട്ട് അവിടെ പോയി ഇരുന്നിട്ട് എന്താ കാര്യം? ഈ ധർമ്മസ്ഥലയിൽ മാധ്യമങ്ങൾക്ക് ഒരു ഭയം വന്നിട്ടുണ്ടോ ബാബുട്ട? എങ്ങനെ കാണുന്നതിനെ? ധർമ്മസ്ഥലയിലല്ല, കർണാടക മാധ്യമങ്ങൾക്കൊക്കെ ഭയം വന്നിട്ടാണ് ഇതിനോടൊന്നും പ്രതികരിക്കാത്തത്. ഇപ്പൊ ഞാൻ ചാനലുകൾ ഇങ്ങനെ ശ്രദ്ധിക്കായിരുന്നു ധർമ്മസ്ഥല വിഷയമായിട്ട് ബന്ധപ്പെട്ട്. പക്ഷെ അവിടെ
ഈ ന്യൂസ് 18 ആണ് സജീവമായിട്ടൊരു ഇടപെടൽ നടത്തുന്നത്. കേരളത്തിലെ മറ്റൊരു മാധ്യമങ്ങളിലും ആ വാർത്ത കാര്യമായിട്ട് വരുന്നില്ല. കർണാടക മാധ്യമങ്ങളിലാണെങ്കിൽ പോലും വളരെ ചെറിയ രീതിയിൽ മാത്രമേ ഇത് പ്രതിപാദിച്ച് കാണുന്നുള്ളൂ. ഇത് ഈ ഭയം കൊണ്ടാണോ? അവർ മാധ്യമപ്രവർത്തകരെ തല്ലും കൊല്ലും എന്നുള്ള ഭീതി കൊണ്ടാണോ ശരിക്കും? അതിനാണോ അങ്ങനെയാണോ ഈ ഇവിടുത്തെ കേരള മാധ്യമങ്ങൾ ചെയ്യേണ്ടത്? അതിനാണോ ഇത്രയും ധൈര്യമില്ലാതെ എന്തിനാണ് ഈ പരിപാടി പൂട്ടിപ്പോക്കൂടെ ഇവർക്കൊക്കെ? മറ്റുള്ള ആളുകളൊക്കെ ചെയ്യുന്നില്ലേ? അതായത് ഞങ്ങൾ ഈ അനീഷുമായിട്ട് തിരിച്ച് ബോർഡറിലെത്തിയ സമയത്ത് ഒരു മുഖ്യധാര മാധ്യമം, നമ്മളൊക്കെ അറിയുന്ന മാധ്യമത്തിന്റെ റിപ്പോർട്ടർ, ഒരു പെൺകുട്ടി വിളിച്ചു ചോദിച്ചു, എന്തിനാ മനാഫിനോട് ചോദിച്ചാൽ എന്താ അറിയോ, നിങ്ങൾ എന്തിന് ഇതിൽ ഇടപെടുന്നു? നിങ്ങൾ എന്തിന് ഇതിൽ ഇടപെടുന്നു? നിങ്ങളൊരു ബിസിനസ്സുകാരനാണ്, നിങ്ങൾ എന്തിൽ ഇത് ഇടപെടുന്നു? അപ്പോ തിരിച്ച് മനാഫ് പറഞ്ഞ്, ഞാനൊരു ഇന്ത്യൻ പൗരനാണ്, എനിക്ക് ഇടപെടാം. അല്ല അങ്ങനെയല്ല, ഈ വിഷയത്തിൽ എന്താ നിങ്ങൾക്ക് താല്പര്യം? അങ്ങനെയാണോ ചോദിക്കേണ്ട ഒരു മാധ്യമ പ്രവർത്തക? അതെ. അതായത് മുഖ്യധാര മാധ്യമത്തിൽ പേര് വെളിപ്പെടുത്തേണ്ട സമയത്ത് 100% വെളിപ്പെടുത്തും. അത് ഞാനിവിടെ സാക്ഷിയാണ്. കാര്യം ആ മുഖ്യധാര മാധ്യമത്തിൽ പിറ്റേ ദിവസം മറു ദിവസം ഈ ടീമിനെ ന്യായീകരിച്ച് വാർത്ത വന്നു. അപ്പോ ധർമ്മസ്ഥലയിലെ ഈ അക്രമങ്ങൾ നടത്തിയവരെ ന്യായീകരിച്ചാണോ? അതെ, അവരെ ന്യായീകരിച്ച് അവർ പറഞ്ഞതെന്താ, അവിടെ വന്ന് പലരും ആത്മഹത്യ ചെയ്യുന്നു, അതിനെന്താ ചെയ്യാൻ പറ്റുകയെന്ന്. പലരും ആത്മഹത്യ ചെയ്യാന്ന് പോലീസിന് കണക്കിന് റിപ്പോർട്ട് വേണ്ടേ? ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ ആത്മഹത്യ ചെയ്യപ്പെട്ടവരുടെ മൃതദേഹം എങ്ങനെയാണ് മണ്ണിനടിയിലേക്ക് പോകുന്നത്? അതെ, അല്ല അപ്പോ തീർച്ചയായും അവിടെ പോലീസിൽ റിപ്പോർട്ട് വേണ്ടേ? അപ്പോ എന്തുകൊണ്ടാണ് ഇവർ ചോദിച്ചതെന്ന് മനസ്സിലായല്ലോ, യദുവിന് മനസ്സിലായല്ലോ സംഭവം എന്താ. അതെ, ഈ ആത്മഹത്യ ചെയ്തവരുടെ ശരീരത്തിൽ എങ്ങനെയാണ് പരിക്കുകൾ വരുന്നത്? ഈ ആത്മഹത്യ ചെയ്ത ആളുകളെ എങ്ങനെയാണ് മണ്ണിനടിയിൽ കുഴിച്ചിടപ്പെടുന്നത്? അവരുടെ ശരീരഭാഗങ്ങൾ വേർപെടുന്നത് എങ്ങനെയാണ്? ഇപ്പോ ഒരു കണ്ണൂരിലുള്ള ഒരു സ്ത്രീയോട് നമ്മൾ ഒരു യുവതി അവർ പറഞ്ഞതെന്താ, 3 മൃതദേഹങ്ങള് കേൾക്കണം, 3 മൃതദേഹങ്ങള് അവർ കണ്ടു എന്നാ. എങ്ങനെ കണ്ടു? അവരുടെ ബ്രദർ മിസ്സായപ്പോ അവരുടെ ഫോൺ ട്രേസ് ചെയ്ത് ബോംബെ പോലീസ് പോയപ്പോ, അതായത് കർണാടക പോലീസല്ല, ബോംബെ പോലീസ് കർണാടക പോലീസിനെ അറിയിക്കാതെ പോയപ്പോ ഫോൺ മിസ്സായത് റോഡ് പണിക്കാരന്റെ കയ്യിൽ നിന്ന് പിടിച്ചു. ആ ഫോൺ മിസ്സായി പിടിച്ച സമയത്ത് അവനെ കൊണ്ടുപോയി അവൻ പുഴ തീരത്ത് കാണിക്കുക 3 ഡെഡ് ബോഡി. ഒന്ന് കിടക്കുന്നത്, ഒന്ന് കെട്ടിത്തൂക്കിയത്. കിടക്കുന്നത് എന്ന് പറയുമ്പോ മണ്ണ് മൂടിക്കിടക്കുന്ന പകുതി, ഒന്ന് പുഴക്കരയിൽ അലിഞ്ഞു കിടക്കുന്ന രീതിയിലേക്ക്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്ത് ഭയാനകമാണ് ആ സംഭവം എന്നുള്ളത്. അതൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അവർ റിപ്പോർട്ട് ചെയ്യപ്പെടാതെ തന്നെ പോലീസുകാർ അവിടെ കൂട്ടിക്കൊണ്ടുപോയി, പോലീസുകാർ റെസ്പോണ്ട് ചെയ്യുന്നില്ല. പിന്നെ എങ്ങനെയാ റിപ്പോർട്ട് ചെയ്യപ്പെടുക? ആരുടെ മുന്നിൽ പോയിട്ടാ റിപ്പോർട്ട് ചെയ്യപ്പെടുക? നമുക്ക് ആകെയുള്ളത് പോലീസിനാണ് വിശ്വാസമുള്ളത്, അല്ലെ കോടതി വിശ്വാസമുണ്ട്. കോടതി വിശ്വാസം നമുക്ക് കളയാൻ പറ്റില്ല. പക്ഷെ പോലീസുകാർ അവരുടെ ആൾക്കാരാകുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ആ സ്ത്രീ പറയാണ്, ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി ഈ 3 മൃതദേഹങ്ങളാണ്, ഇത് ഏതാ വേണ്ടത് നോക്കുന്നു. അതും പോലീസിനെ ഇവര് വിളിച്ചു പറയുന്നത് പിന്നെയാണ് പോലീസ് അറിയുന്നത്. ഭാഗ്യവശാൽ അദ്ദേഹത്തിന് തലക്കടക്കം പരിക്ക് പറ്റിയ രീതിയിലേക്ക് ഒരു മാസത്തിനുള്ളിൽ കിട്ടിയ, അവര് ബോധം നശിച്ചിരുന്നു. നല്ല ബുദ്ധിസ്ഥിരതയുള്ള ആളായിരുന്നു, പക്ഷെ അവരുടെ ബോധം നശിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് ഇതൊക്കെ സംഭവിക്കട്ടെ. ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കുകയാണ്, നമ്മളുടെ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം എത്രത്തോളം നല്ല സുന്ദരമായിട്ട് പോകേണ്ട സംഭവങ്ങളാ ഇവിടെ നിന്ന് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. പല രീതിയിലേക്കും അക്രമങ്ങൾ കൂടി എന്ന് പറയാൻ കഴിയില്ലേ നമുക്ക്? വല്ലാത്ത രീതിയിൽ നമ്മളെ ഞെട്ടിക്കുന്ന തരത്തിലാണ് ഇപ്പൊ ഈ മാധ്യമ പ്രവർത്തകരെ 350ഓളം യൂട്യൂബേഴ്സിനും ചാനലിനും അടക്കം കേസ് ഫയൽ ചെയ്യുക, ഇന്ന സ്ഥലം പറയാതിരിക്കുക, ഇന്ന ആളുടെ പേര് പറയാതിരിക്കുക. ഇവരൊക്കെ എത്ര ക്രിമിനൽ ആണെന്ന് മനസ്സിലാക്കി നോക്കി. അതിന് ഒത്താശ ചെയ്യുന്ന ആളുകളുടെ രീതി ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളെപ്പോഴും മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്ന സാധനം എന്തുവാ? മാധ്യമ പ്രവർത്തനം നിഷ്പക്ഷമായി ചെയ്യുക എന്നുള്ളതാണ്. അത് ആ സംഭവത്തിന് പോലും ബ്ലോക്ക് ഇടുന്ന, നിങ്ങൾ ചെയ്യണ്ട എന്ന് പറയുന്ന രീതിയിലേക്കാണ് മാധ്യമങ്ങൾ പേടിച്ചിരിക്കുന്നത്. തന്നെയുമല്ല, കർണാടകയില് ശരിക്കും എന്താണ് സംഭവിക്കുക, എനിക്ക് നല്ല രീതിയിലേക്ക് പരിചയമുള്ള കർണാടകയിൽ സംഭവിക്കുന്നത്, എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്ത ഓഫീസിൽ കയറി തല്ലുന്ന രീതിയാ. നമ്മളെ കേരളത്തിൽ ഈ ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ ചെയ്യുന്ന മാധ്യമ പ്രവർത്തകരെ ഓഫീസിൽ കയറി തല്ലുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകും. അല്ല, ഇത് മുൻപേ അവിടെ ഉള്ളതാണ്. അതായത് അവിടെയുള്ള ആളുകൾക്ക് പൊതുവെ സ്വാഭാവികമായിട്ട് നമ്മളെ കേരളം എത്രയോ മെച്ചമാണെന്ന് ഞാൻ പറയും. കേരളത്തെ നിയമത്തെ പേടിക്കുന്നുണ്ട് ആളുകൾക്ക്. നമ്മളെ പോലീസ് ഉണ്ട്, നമ്മളെ പോലീസ് എത്രയോ ബെറ്റർ ആണ് മറ്റുള്ള സംസ്ഥാന പോലീസ്. കേരള പോലീസ് എന്ന് പറയുന്നത് കേരള പോലീസ് തന്നെയാണ്. ആ കേരള പോലീസിന്റെ അത്രയേറെ മിടുക്കും അത്രയേറെ മര്യാദയും അത്രയേറെ, നമ്മൾ എന്തൊക്കെയോ പ്രശ്നം ഉണ്ടാവട്ടെ, പല സാഹചര്യത്തിലും പല ഇഷ്യൂകളൊക്കെ നമ്മൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ എങ്കിലും മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിക്കുമ്പോൾ നമ്മളെ കേരള പോലീസ് എത്രയോ ബെറ്റർ ആണ്. ഒരുപാട് മുന്നിലാണെന്നല്ലേ?
പല ആളുകളും ചില ആളുകളൊക്കെ പുഴുക്കുത്തുകളായിട്ടുണ്ടാവാം. അത് പോലീസിനെ തന്നെ നാണം കെടുത്തുന്ന രീതിയിലേക്ക് പോവാം. പക്ഷേ എങ്കിലും നമ്മളുടെ പോലീസിന്റെ കയ്യിൽ നിന്ന് ഒന്ന് പോയി പറഞ്ഞാൽ 10 പേരുണ്ടെങ്കിൽ 10 പേരും ഒരുമിച്ച് നിൽക്കത്തില്ലല്ലോ ഒരു ക്രൈമിന്. പക്ഷേ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ 10 പേര് പോലീസുകാരന്റെ 10 പേരും ഒരേ ലെവലിൽ ക്രൈമിന് കൂട്ടുനിൽക്കുന്ന സ്ഥിതിയിലേക്ക് പോകുമ്പോൾ എന്താ അവസ്ഥ? ഇപ്പൊ മാധ്യമപ്രവർത്തകരെ ആക്രമിച്ച സമയത്ത് അവര് എന്താണ് അവർ പോലീസിന്റെ മുന്നിൽ നിന്നാണ് ആക്രമിക്കുന്നത്. പോലീസ് സാക്ഷികളായിരുന്നു ഈ ആക്രമണത്തിൽ അല്ലേ? ബജ്രംഗ് ദള് ആക്രമിച്ച കന്യാസ്ത്രീകൾ ആക്രമിക്കുമ്പോൾ അവർ പോലീസിന്റെ മുന്നിൽ നിന്നാണ് ആക്രമിക്കുന്നത്. അപ്പോ ഇന്നലെ സംസാരിച്ചു. ഇന്നലെ ബജ്രംഗ് ദളിലെ ഒരാൾക്ക് അടി കിട്ടി, മുഖത്ത് പച്ചയായിട്ട് അടി കിട്ടി. അതും പോലീസിന്റെ മുഖത്ത് നോക്കിയിട്ട് സംസാരിക്കുന്നത്. അത്തരം രീതിയിലേക്ക് ഇന്ത്യ പോയാൽ എന്തായിരിക്കും ഇന്ത്യയുടെ അവസ്ഥ? അല്ല, ഇതിപ്പോ കർണാടക അല്ലെങ്കിൽ ഈ ധർമ്മസ്ഥല എന്ന് പറയുന്നത് ഒരു വലിയ ചൂണ്ടുപലകയാണ്. നമ്മുടെ രാജ്യം എത്രത്തോളം പല കാര്യങ്ങളിലും മലീമസപ്പെട്ടു പോയി അപകടകരമായ സാഹചര്യങ്ങളിലേക്ക് എത്തി എന്നുള്ളതിന്റെ ഒരു ദൃഷ്ടാന്തമാണ്. പക്ഷെ ഞാൻ അപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ശരിക്കും ഇത് പറയുന്നത് വർഷങ്ങളായിട്ട് ഇത് റൊട്ടീനായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. വർഷങ്ങളായിട്ട് പീഡിപ്പിച്ചും കൊല്ലപ്പെടുത്തിയും ഒക്കെ ഉള്ള സാധനത്തിന് അന്ത്യവിരാമം, അതായത് നിർത്തി, ഇനി പരിപാടി നടക്കത്തില്ല എന്നുള്ള രീതിയിലേക്ക് വന്നു. അതെ, ഇത് സത്യം ഒരു നാൾ വിജയിക്കും ഉറപ്പായിട്ട്. മെഡിക്കൽ കോളേജിലെ കുട്ടികളുടെ ഒരു വെളിപ്പെടുത്തൽ വന്നെന്ന് പറഞ്ഞല്ലോ. ഈ മൃതദേഹങ്ങൾ പലതും മെഡിക്കൽ കോളേജിലെ പഠിക്കാനായിട്ട് കൊടുക്കുമ്പോൾ അതിന് ജീവൻ അവശേഷിച്ചിരുന്നു എന്ന് പറയുന്നത്, ആ സംഭവത്തെ കുറിച്ച് എന്തെങ്കിലും പുതിയ അന്വേഷണമോ അല്ലെങ്കിൽ എന്തെങ്കിലും വിവരങ്ങൾ കൂടുതൽ കിട്ടിയിട്ടുണ്ടോ? ഇല്ല, അതേ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേ തുടർന്ന് നമ്മൾ 2-3 പേരുമായി കണക്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ ബാക്കി ഭാഗങ്ങളോ കിട്ടിയ ശേഷം കൃത്യമായി പോലീസിനെ അറിയിച്ചിരുന്നു നമ്മള്. ഇത് പോലീസ് അവർക്ക് പേടിയാണ്. അവർ പെൺകുട്ടികളാണ്. അവരിപ്പോ ഈ വെളിപ്പെടുത്തിയ ആള് സ്ഥലത്തില്ല, ഇന്ത്യയിൽ ഇല്ലാത്ത ആളാണ്, പുറത്ത് തെറ്റുണ്ടായ ആളാണ്. അല്ല, ഈ മൃതദേഹങ്ങൾ ജീവനോടെ ഈ പഠിക്കാനായി കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ, അതിനുശേഷം എന്താണ് അവിടെ സംഭവിച്ചതെന്ന് അറിയോ? പഠിക്കാൻ കൊടുക്കുന്ന സംഭവത്തിൽ ജീവൻ ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള സംഭവം പറയുമ്പോ ഞാൻ ചോദിച്ച എന്തുകൊണ്ടാണ് ഈ ജീവൻ ഉണ്ടായിരുന്നു എന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് പഠിക്കുന്ന കുട്ടികളാ. അപ്പൊ അവര് സ്വാഭാവികമായിട്ട് അവിടെ പേടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. അവരോട് ഹോസ്റ്റലിന് പുറത്ത് ഇന്ന വഴിയിലൂടെ കാട്ടിലൂടെ പോകരുത്, ഹോസ്റ്റലിന് പുറത്തിറങ്ങുക, നേരെ വഴിയിലൂടെ വരാം, ഒരാൾ പോകാൻ പാടില്ല, എല്ലാവരുടെ കൂടെ പോകാൻ പാടില്ല, അത്തരം രീതിയിലേക്ക് പേടിപ്പിക്കുന്ന സംഭവങ്ങൾ അവിടെ ഉണ്ട്. പഠിച്ചു പുറത്തിറങ്ങി വരുമ്പോഴാണല്ലോ ഇതിന്റെ ഒരു ഗൗരവം മനസ്സിലാവുക. അന്നും അവർ കെട്ടുകഥകളാന്ന് വിചാരിച്ചായിരുന്നു ഒന്ന്. ഇന്നാണ് ശരിക്കും ഇത്തരം രീതിയിലേക്ക് വന്ന സമയത്താണ് അവർ കെട്ടുകഥകളല്ല, ഇത് ഒറിജിനൽ സംഭവമാണ് എന്ന് മനസ്സിലാകുന്നത്. ഈ കുട്ടികളെ സംബന്ധിച്ച് അന്ന് അവർ കണ്ട പല കാര്യങ്ങളും അല്ലെങ്കിൽ കേട്ട പല കാര്യങ്ങളും യാഥാർത്ഥ്യമാണ് എന്ന് ബോധ്യപ്പെടുന്നത് ഇപ്പോഴാണ് പല ശരീരങ്ങളും. അപ്പോ ഇവർക്ക് ഈ വാർത്തകൾ കാണുന്ന സമയത്ത് ഇത് സത്യമായിരുന്നോ എന്ന് ഇപ്പൊ തോന്നുവാണ്. കാര്യം മറ്റേ അസ്ഥികൾ അടക്കം കിട്ടിയ സ്ഥിതിക്ക് ഇതൊന്ന് മനസ്സിലാക്കണം. അതായത് ഒരു സ്ഥലത്ത് നിന്ന് അത് എത്രത്തോളം ഇപ്പൊ ഈ കോൺഗ്രസ് സർക്കാർ ആവട്ടെ, അവരെ ഞാൻ പൊക്കി പറയാൻ കാരണം എന്താ വെച്ചാൽ ഒരു വലിയൊരു രീതിയിലേക്കാണ് കൈവച്ചേക്കുന്നത് അല്ലെ? നമ്മളുടെ നാട്ടിൽ ഒരു പള്ളി അല്ലെങ്കിൽ അത്തരം രീതിയിലേക്ക് ഒരു സംഭവത്തിൽ കൈവയ്ക്കുമ്പോൾ എത്രത്തോളം ഭയാനകമായിരിക്കുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതിന് മുതിർന്നു എന്നുള്ളത് നല്ല ധീരമായ പരിപാടി തന്നെയാണ്. അതുപോലെ തന്നെ ഭീമ എന്ന് പറയുന്ന ശുചീകരണ തൊഴിലാളി ഭീമ, വലിയ രീതിയിലേക്ക് അദ്ദേഹത്തിന് ഒരു സെല്യൂട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അയാൾ കുറെ കാര്യത്തിന് വേണ്ടി കൂട്ടുനിന്നു. പക്ഷെ എങ്കിലും അയാളുടെ വെളിപ്പെടുത്തൽ ഇല്ലായിരുന്നെങ്കിൽ ഈ കേസ് എവിടെ എത്തില്ലായിരുന്നു, ഒന്നും ആവില്ലായിരുന്നു. ഈ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിന് ശേഷമാണോ നിങ്ങൾ ധർമ്മസ്ഥലയിലേക്ക് പോകുന്നത്, അതോ അതിന് മുമ്പ് തന്നെ നിങ്ങൾ അതെ അതിനുശേഷം നിങ്ങൾ നടത്തിയ പരിശോധനയിലാണ് ഈ അസ്ഥികൂടവും തലയോട്ടിയെല്ലാം കിട്ടുന്നത് അല്ലെ? അല്ല, നമ്മൾ പരിശോധിക്കുന്നതല്ല, നമ്മൾ അവിടെ പോയി എന്നുള്ളതാണ്. അസ്ഥികൂടം അത് ശുചീകരണ തൊഴിലാളി തന്നെ കുറച്ച് അംഗങ്ങളെ കൂട്ടി, പേര് പറയാൻ കഴിയാത്ത കുറച്ച് അംഗങ്ങളെ കൂട്ടി അവർ പോയതാണ് എന്നുള്ളതാണ്. ഓക്കെ. ഇപ്പൊ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ എന്തെങ്കിലും എൻക്വയറി നിങ്ങൾക്കെതിരെ വരികയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലും ഇടപെടൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയോ ചെയ്തിട്ടുണ്ടോ, ഇനി ഉണ്ടാകുന്നുണ്ടോ? അല്ല, ഈ മനാഫിനെ അടക്കം പോലീസ് ഉദ്യോഗസ്ഥർ വിളിക്കുന്നുണ്ട്, അന്വേഷണ ഉദ്യോഗസ്ഥരൊക്കെ വിളിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അല്ലാതെ അതിൽ കവിഞ്ഞ് മറ്റൊന്നും ആ കേസിലില്ല. ഇനി അവസാനമായിട്ട് ചോദിക്കട്ടെ, ഈ കേസിന്റെ ഒരു ഭാവി എന്താണെന്നാണ് ബാബുവേട്ടൻ കരുതുന്നത്? ഈ കേസിന്റെ ഒരു ഭാവി എന്ന് പറയുമ്പോൾ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞു, അതായത് SP-യുമായി ബന്ധപ്പെട്ട് സംസാരിച്ചായിരുന്നു. അദ്ദേഹം പറയുന്നത് DNA പരിശോധനയിലൂടെയൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇപ്പോ തെരച്ചിൽ നിർത്തിയ സ്ഥിതിക്ക് എന്താവും ഇതിന്റെ അവസ്ഥ എന്ന് പറയാൻ കഴിയില്ല. കാര്യം ഭരണത്തിലിരിക്കുന്ന ആളുകളാണ്, അതുപോലെ തന്നെ ഭരണത്തിലില്ലാത്ത ആളുകളും എല്ലാവരും ഒരേപോലെ തുല്യരായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ തുല്യരായിട്ട് നിൽക്കുന്ന സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് എത്രത്തോളം ഇനി മുന്നോട്ട് പോകും എന്ന് പറയാൻ കഴിയില്ല. കിട്ടിയ സാമ്പിൾ അടക്കം
DNA പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണെങ്കിൽ 100%, 10 വർഷം 15 വർഷം മുമ്പുള്ള എല്ലും കഷ്ണങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് നിയമവിദഗ്ധരുടെ ഒരു അഭിപ്രായം. അപ്പൊ അത് എന്തായാലും എത്രത്തോളം എല്ലാവരും പലരും അപഹസിച്ചതുപോലെ, കളിയാക്കിയതുപോലെ, കുറ്റപ്പെടുത്തിയതുപോലെ ഇതൊരു വെറുതെയുള്ള പറച്ചിലല്ല എന്ന് ലോകത്തിന് ബോധ്യപ്പെട്ടു. അതെ, അതിന്മേൽ അന്വേഷണം നടത്തുന്നു. ഓരോ ദിവസവും അസ്ഥികൂടങ്ങൾ കിട്ടുന്നു. മനാഫും മാധ്യമപ്രവർത്തകന്റെ ധീരമായ ഇടപെടൽ എന്ന നിലയിൽ ഇതിനെ വെളിച്ചം വീശിയ അൽബാബു അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ടീം, താങ്കളുടെ ടീം അല്ല ഞാൻ അത് തീർച്ചയായിട്ടും പറയുന്നത് അഭിനന്ദനം തെറ്റാണ്. അർഹിക്കുന്നു. മനാഫാണ് ഞങ്ങൾക്ക് വഴി കാണിക്കുന്നത്. തീർച്ചയായിട്ടും മനാഫ് വഴി കാണിക്കുമ്പോഴും ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ അങ്ങോട്ട് പോകാൻ കാണിച്ചൊരു ചങ്കൂറ്റം ഉണ്ടല്ലോ. അതെ, കേരളത്തിലെ തീർച്ചയായും മാധ്യമ പ്രവർത്തകർ അദ്ദേഹം എന്നോട് ആരും പറഞ്ഞത് പോവാതെ നിങ്ങൾ വരണം അതിന് എന്ന് പോകാൻ പറഞ്ഞു. കാണിച്ചൊരു ധൈര്യം അത് അഭിനന്ദനാർഹമാണ്. എന്തായാലും ഈ തീർച്ചയായും. കേസിലേക്ക് കൂടുതൽ വെളിപ്പെടുത്തലുകൾ വരും. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട പോലെ അവിടുത്തെ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളൊക്കെ പ്രതികരിക്കാൻ തയ്യാറാകുന്നു. കൂടുതൽ പേര് രംഗത്ത് വരുന്നു. പണ്ട് കാലത്ത് കണ്ടതും കേട്ടതും ഒക്കെ പറയാൻ തയ്യാറാകുന്നു എന്ന് പറയുമ്പോൾ ഈ കേസിന് കൂടുതൽ പുതിയ തലങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അല്ലേ? തീർച്ചയായും അത് 100% സാധ്യതയുണ്ട് എന്ന് പറയാം. പക്ഷേ എത്രത്തോളം ഞാൻ പറഞ്ഞല്ലോ, എത്രത്തോളം വലിയ പ്രതീക്ഷയായിരുന്നു. എല്ലാ ചാനലുകളും എല്ലാ ആളുകളൊക്കെ ഇപ്പൊ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, കേരളത്തിൽ നിന്ന് മിസ്സായ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ, കർണാടകയിൽ വെച്ച് മിസ്സായ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും തുറന്നു പറയാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കണം അല്ലേ യദു? അതെ, നമുക്ക് തീർച്ചയായിട്ടും. ഇപ്പൊ പറഞ്ഞാൽ ആ ഒരു രീതിയിലേക്ക് അന്വേഷണം കൊണ്ടുപോകാൻ സാധിക്കും. എന്തായാലും തീർച്ചയായും. ധർമ്മസ്ഥലയിൽ നിന്ന് കൂടുതൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ, വിവരങ്ങളൊക്കെ വരികയാണ്. വിഷയവുമായി ബന്ധപ്പെട്ട് വീണ്ടും കാണാം ബാബുട്ട. എന്തായാലും ഇത്രയും നേരം സഹകരിച്ചതിന് നന്ദി. ഓക്കെ, താങ്ക് യു.